രാവിലെ നൂറായും നെവിനും തമ്മിൽ നല്ല അടി നടക്കുകയാണ്. കാരണം ഡ്രസ്സ് കഴുകുന്നതിൻ്റെ പേരിലാണ് അടി നടക്കുന്നത്. കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ എല്ലാവർക്കും ഒരു പണിഷ്മെൻറ്റ് കൊടുത്തായിരുന്നു. അവരവരുടെ ഡ്രസ്സ് മറ്റുള്ളവരാണ് കഴുകേണ്ടത്. അത് ഓരോരുത്തരുടെ പേരും നറുക്കിലൂടെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ നെവിന് കിട്ടിയത് റെന ഫാത്തിമ ആയിരുന്നു. അപ്പോൾ റെന പറയുകയാണ്, നെവിൻ എൻ്റെ ഒരു 3 ആഴ്ചത്തെ ഡ്രസ്സ് കിടക്കുന്ന കഴുകി ഇടാൻ പറയുന്നു. അപ്പം നെവിൻ പറഞ്ഞു, സൗകര്യമില്ല എനിക്ക് കഴുകാൻ, ഞാൻ കഴുകത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ റെന പറഞ്ഞു കഴുകിയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 3 ആഴ്ചത്തെ ഒന്നും കഴുകത്തില്ല, കഴിഞ്ഞ ആഴ്ച മുതലുള്ളേ ഞാൻ കഴുകത്തുള്ളൂ, എന്നാൽ 8 ജോഡി ഡ്രസ്സുണ്ടെന്ന് പറയുന്നു. അപ്പം നെവിൻ പറയുന്നു പിന്നെ കഴുകാമെന്ന് പറയുന്നു. ഇപ്പം തന്നെ കഴുകിയിടണമെന്നും പറഞ്ഞ് റെന നിൽക്കുവാണ്. അപ്പം നെവിൻ പറഞ്ഞ് കഴുകുന്നേ ഇല്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം റെന പറഞ്ഞ് ഞാൻ ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പം നെവിൻ പറഞ്ഞ് ചെന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞപ്പം നെവിൻ എന്താ ലാലേട്ടൻ എന്തെങ്കിലും പ്രത്യേകത ഇത് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു റെന. അപ്പം പറഞ്ഞ് നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ റെന പറയാണ് ലാലേട്ടനെ വലിച്ച് ഇടല്ലേന്ന്. റെന തന്നെയാണ് ലാലേട്ടൻ്റെ പേര് കൊണ്ടുവന്നത്. പിന്നെ അവിടെ പോയി കിടന്ന് നെവിൻ ഓടി വന്നിട്ട് ഞാൻ ലാലേട്ടന് റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് എന്നും പറഞ്ഞ് നെവിൻ ചൂടാകുകയാണ്. അപ്പം റെന അടുത്ത് പറയണം ഇനിയും എനിക്ക് കഴുകാനേ സൗകര്യമില്ല. അപ്പോൾ റെന പറഞ്ഞ് ഞാൻ എന്തായാലും ലാലേട്ടനോട് പറയും, പോയി പറയുമെന്നും പറഞ്ഞ് നെവിൻ അങ്ങ് പോവുകയാണ്, പോടിയെന്നും പറഞ്ഞ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.